MLA-ക്കെതിരെ ബലാത്സംഗ കുറ്റത്തിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധത്തിന് തെളിവില്ല. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും കോടതി കണ്ടെത്തി. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. പ്രതിയുടെ മുൻകാല പശ്ചാത്തലം കൂടി പരിഗണിച്ചാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കേസും അറസ്റ്റും നിയമവിരുദ്ധമാണെന്നും ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു അതിജീവിതയുമായിട്ട് ഉണ്ടായിരുന്നതെന്നുമുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദങ്ങൾ പൂർണ്ണമായും കോടതി തള്ളി. ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നും കേസെടുക്കാൻ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും നിരീക്ഷിച്ചുകൊണ്ടാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. രാഹുലിനെതിരായ പരാതി ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. നേരത്തെ 2 ബലാത്സംഗ കേസുകളിൽപ്പെട്ട പ്രതിയുടെ മുൻകാല പശ്ചാത്തലം പരിഗണിക്കേണ്ടതുണ്ട്. ഹോട്ടൽ മുറിയെടുക്കാൻ അതിജീവിതയെ രാഹുൽ നിർബന്ധിക്കുകയാണ് ചെയ്തത്. ഇരുവരും തമ്മിൽ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നതിന് തെളിവില്ല. രാഹുൽ ജാമ്യത്തിലിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും അതിജീവിതയുടെ വ്യക്തിഗത വിവരങ്ങൾ പുറത്തുവിടാനും സാധ്യതയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. മൊഴിയെടുത്ത ശേഷം അതിജീവിതയുടെ ഒപ്പ് കൃത്യമായി രേഖപ്പെടുത്തിയില്ല എന്നതടക്കമുള്ള രാഹുലിന്റെ വാദങ്ങൾ കോടതി തള്ളി. വീഡിയോ കോൺഫറൻസിംഗ് വഴി മൊഴി രേഖപ്പെടുത്താനും സിഗ്നേച്ചർ ഇടാനും കഴിയുമെന്ന് കോടതി വ്യക്തമാക്കി. പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി മുഖവിലക്കെടുത്തു. തിരിച്ചടി നേരിട്ടതോടെ ജാമ്യാപേക്ഷയുമായി പത്തനംതിട്ട സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് രാഹുലിന്റെ നീക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.